അല്ല 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 കടം ഉണ്ടെങ്കിൽ തീർക്കാനുള്ള കടമേ ഉള്ളൂ. ഞാൻ എപ്പോഴും തിരക്കുമ്പോഴും തീർക്കാനുള്ള കടമേ ഉള്ളൂ. അത് റഹീമുമായിട്ട് ബന്ധപ്പെടും ഞാൻ അറിഞ്ഞതും തീർക്കാനുള്ള കടങ്ങളേ ഉള്ളൂ. അവന് ഗൾഫിൽ ഇപ്പോൾ കുറച്ച് സ്വാഭാവികമായി ഗൾഫിൽ വളർച്ചയും താഴ്ചയും ഉണ്ടാവുമല്ലോ. അത് അവിടെ നിന്ന് ചിലപ്പോൾ അവിടെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതിലാണ് ഇപ്പോൾ പെട്ടുപോയത്. ആ ഒരു കടം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം തന്നെ ഇവിടെ ഈ വസ്തു എല്ലാം വാങ്ങിയത് അവിടെ പോയി സമ്പാദിച്ച് അതിൽ നിന്നും ഉണ്ടാക്കി 5 കൊല്ലം മേടിച്ച് വസ്തു ഇട്ടിരുന്ന് അത് കഴിഞ്ഞ് വീണ്ടും വീടിൻ്റെ പണി തുടങ്ങി. അത് ഒരാൾ നീണ്ടു കിടന്ന് ലോണൊക്കെ എടുത്ത് അത് വ്യക്തമായി അറിയാം. KSF നിന്നും കാനറ ബാങ്കിൽ നിന്നൊക്കെ സെൻട്രൽ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം അടച്ചു, പ്രമാണങ്ങളെല്ലാം തിരിച്ചെടുത്ത്. അത് എനിക്കറിയാമെന്നുള്ള ഉറപ്പ് അറിയാമെന്നുള്ളതാണ്. അതായത് ഈ കുറച്ച് ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ, ഒരുപാട് അങ്ങനെ അല്ല, അതാണ് പറഞ്ഞത്. സൗഹൃദങ്ങൾ, കൂട്ടുകാരും അങ്ങനെ ഒരുപാട് കൂട്ടുകാർ കറങ്കം അങ്ങനെയുള്ള ചുറ്റുപാടും ഇല്ല. എപ്പോഴും കൂടെ കാണും. എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ അനുജൻ കാണും. എങ്ങോട്ട് പോയാലും അനുജനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ശീലമാണ് ഉണ്ട്. ഈ അനിയനായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. ഈ അനിയനായിട്ട് വലിയ ഒരു അതെ അതാണ്. അനിയനാണ് അവന് അനിയനാണ്, അവൻ ചേട്ടന് അനിയനും അനിയന് ചേട്ടനുമാണ്. അതാണ്. ഈ അടുത്ത സമയങ്ങളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഈ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഒരു വർഷമായി ഞാനുമായിട്ട് വലിയ അടുപ്പം ഇല്ല. കാരണം എനിക്ക് അതിൻ്റെ സമയങ്ങളൊന്നും ഇല്ലായിരുന്നു. മുമ്പ് എപ്പോഴും ഞാൻ അവളെ എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. എന്നെ വിളിക്കും, എല്ലാ കാര്യങ്ങളിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കും, പറയും. അതുപോലെ ഹസ്ബൻഡും റഹീമും എന്നെ വിളിക്കും, മാമ അങ്ങനെയാണോ എന്ന് പറയും. അപ്പോൾ ഈ പറയുന്നത് പോലെ, ഈ മാധ്യമങ്ങൾ പറയുന്ന പോലെ അല്ല. അപ്പോൾ ഈ അഫാൻ ഉണ്ടാക്കിയ കടങ്ങളല്ല. അല്ലല്ല, അഫാൻ കടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അഫാൻ ഇത്തിരി ആഹാരത്തിന് അല്ലെങ്കിൽ കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരത്തെ 100-500 അതല്ല. അവിടുത്തെ അവൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു ഫാൾട്ട് പറ്റി എവിടെയോ ആ ഒരു കടമയുള്ളൂ. അല്ലാതെ ഇവിടെ ഈ അവൻ്റെ ഹസ്ബൻഡ് ഗൾഫാണ്, അവളങ്ങ് കറങ്ങി അതൊന്നും എങ്ങും പോവുകയില്ല. ഒരു ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ സമ്മേളനം അങ്ങനെ ഒന്നിനും വീട്ടിൽ വെളിയിറങ്ങില്ല. മക്കൾ അതങ്ങനെ ജീവിച്ച ഒരു കുട്ടിയാണ് അവളെ തുടക്കമേ ജീവിതം അങ്ങനെയാണ്. അവളൊക്കെ കൊച്ചിലെ പാപ്പ കളഞ്ഞിട്ട് പോയതാണ്. പാപ്പ മരിച്ചിട്ടില്ല, പാപ്പുണ്ട്. പക്ഷേ ഒന്നിനും നിക്കാഹിന്, നമ്മൾ മുസ്ലിം നിക്കാഹിന് വന്നിരിക്കണം തന്ത എന്നുള്ള ഒരു നിയമമുണ്ട്. അതിന് പോലും വരാത്ത ഒരു തന്തയായിരുന്നു. മനസ്സിലായി. ഞാൻ തന്നെ രണ്ടാമത്തെ ഇളയ കൊച്ചിന് പോയി സംസാരിച്ച് വരണം. ആ നിക്കാഹിന് വന്ന് ആരെയും മുഖത്ത് നോക്കണ്ട, പയ്യൻ്റെ മുഖത്ത് നോക്കിയാണല്ലോ നിക്കാഹ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുവരെ ഞാൻ തന്നെ ചെന്ന് പറഞ്ഞിട്ട് പോലും വന്നിട്ടില്ല. അത് അനിയത്തിയുടെ കല്യാണമൊക്കെ ആ ഒരു സഹോദരനാണ് നിന്ന് നടത്തി. അതിനൊക്കെ മുൻപന്തിൽ ഞാനും ഉണ്ട്. നമ്മളെ ഫാമിലീസ് ബന്ധുക്കളൊക്കെ വലിയ അടുപ്പത്തിലുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാം. പിന്നെ റഹീമിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കുണ്ട് ഫാമിലി, നമുക്ക് അനിയന്മാർ, ഏട്ടന്മാർ, സഹോദരൻ. പക്ഷേ ഇവർ എന്തും പരസ്പരം ഭയങ്കര ഒരു സ്നേഹബന്ധമുണ്ട്. ഒരു വീട് വയ്ക്കണം, എല്ലാവരും കൂടി ആയിരിക്കും സഹായിക്കണം. നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാ. ഒരു പെരുന്നാളായാലും ഇവിടെ ഉണ്ടായില്ലേ, ആഹാരം ഉണ്ടായില്ലേ, റഹീം ഗൾഫിലാണ്, ഇവിടെ പിള്ളേർ വേവിച്ചോ ഇറച്ചി മേടിച്ചോ, അത് തിരക്കാൻ ആളുണ്ട്. അത് എല്ലാ വീട്ടിലും ഇല്ലാത്ത ഒരു രീതി ഇവരെ കുടുംബത്തുണ്ട്. കാരണം ആ ഉമ്മാക്ക് 11 മക്കളാണ്. ആ 11 മക്കൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയാണ്. പക്ഷെ 11 മക്കളെ വീട്ടിലും ഉമ്മ അന്തി ഉറങ്ങൂല. എനിക്ക് ആ വീട്ടിൽ എനിക്കറിയാമെന്നുള്ള എല്ലാ ബന്ധമുള്ളതാണ്. ഒരു വീട്ടിലും അന്തി ഉറങ്ങില്ല. ഇവിടെ പാലിയാച്ചിന് വന്ന് ഈ വീട് പാലിയാച്ചിന് വന്ന് വൈകുന്നേരം എനിക്ക് പോകണം, അവർ വീട്ടിൽ കൊണ്ടാക്കണം. അത് ഈ മോൻ അല്ലെങ്കിൽ വേറൊരു മോൻ കൊണ്ടാകും. ഇന്ന വീട്ടിൽ പോകണം, അടുത്ത മോൻ കൊണ്ടുപോകും. പിന്നൊന്ന് പറയുന്നത് ഈ കടത്തിന് അല്ലാതെ പിന്നെ പറയുന്നത് ഈ ഒരു ലഹരിയുടെ ഒരു കാര്യം പറയുന്നത്. ലഹരിയുടെ പുതിയ തലമുറ എല്ലാം അതെ അങ്ങനെ ഇവനെക്കുറിച്ച് അത് അങ്ങനെ പറയുന്നില്ല, പോലീസ് പറയുന്നില്ലല്ലോ ലഹരിക്കടിമയാണെന്നും. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഇത്തിരി ലഹരി മദ്യം അടിക്കും എന്നൊക്കെ പറയുന്നു. അത് എനിക്കറിയില്ല, പറയുന്നത് മാത്രം. അങ്ങനെയല്ല, നേരിട്ടൊന്നും കണ്ടിട്ടില്ല. നേരിട്ട് ഇല്ല. സ്വാഭാവികമായി മക്കളുമായിട്ടുള്ള ആ ബഹളം അല്ലാതെ വേറൊരാൾ വന്ന് സംസാരിക്കാനോ വേറൊരാൾ വന്ന് കൂടി എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല ഒന്നുമില്ല. അല്ല, ഇപ്പം ഈ കൊലപാതകം തന്നെ നടത്തുമ്പോഴേ ഒരുപാട് നമുക്കറിയാം, പറയാൻ തന്നെ നമുക്കൊരു തോന്നുന്നു മൃഗീയമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ലഹരി. ഒരു ഫാമിലിയിലുള്ള എല്ലാ ഏരിയയിലും 16 കിലോമീറ്റർ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകുക, 16-20 കിലോമീറ്റർ. അവിടെ നിന്ന് വീണ്ടും വെഞ്ഞാറട്ടി വന്നിട്ട് വീണ്ടും എസംപുരത്ത് പോവുക 10-20 കിലോമീറ്റർ. അവിടെ നിന്ന് തിരിച്ചു വരിക. ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഈ വീക്കിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ആർക്കും അറിയാൻ വയ്യ. എന്നാലും ബൈക്കിലാണല്ലോ യാത്ര.
ഈ പരിസരത്തൊക്കെ ഉള്ള ഒരു ദിവസം ഞാൻ ഇന്ന് 4 ദിവസത്തിന് മുമ്പ് വെഞ്ഞാറൊട്ടി വെച്ച് ഈ കുട്ടിയെ അവനെ ഞാൻ നേരിട്ട് കാണാൻ ഇടയായി. ഞാൻ മേലെ സംസാരിച്ച് ഒരുമിച്ച് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ രണ്ടിനും കൂടി വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആറ്റിങ്ങൽ റോഡിലേക്ക് പാസ് ചെയ്യുന്നു. നേരത്തെ അറിഞ്ഞിരുന്നു? ഇല്ല, ഞാൻ അന്നാണ് അറിയുന്നത്. ഞാൻ ഇന്ന് 4 ദിവസത്തിന് മുമ്പാണ് അറിയുന്നത്. ആ കുട്ടിയെ ബാക്കിയിരുന്നപ്പം സ്വാഭാവികമായി ബാക്കിയിരിക്കണമെങ്കിൽ ഒരു പ്രണയം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ വേറൊരു കുട്ടിക്കാർ ഇരിക്കില്ലല്ലോ. അത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പിള്ളേരല്ലേ എന്ന് എൻ്റെ വൈഫും ഇങ്ങനെ അങ്ങ് പറഞ്ഞു. നിങ്ങളെ ചോദ്യം ചെയ്യേണ്ട, അത് അവരങ്ങ് പോട്ടെ എന്നുള്ളതാണ്. കുട്ടികളോട് ചോദിക്കാക്കില്ലല്ലോ ഇപ്പോഴത്തെ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉണ്ടായിരുന്നു, തരത്തിലുള്ള വാർത്തകളും വന്നു. അതിലെന്തെങ്കിലും സ്വയം വീട്ടിൽ എതിർക്കുമല്ലോ. വലിയപ്പ എന്ന് പറയണം മോനെ വാപ്പക്ക് കടങ്ങളുണ്ട്, വാപ്പക്ക് അവിടെ നിൽക്കുകയാണ്, ഉമ്മാക്ക് വയ്യാത്തയാണ്, ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് മതി, അല്ലെങ്കിൽ നിനക്ക് ഇത് പ്രേമിച്ചെങ്കിൽ നിൽക്കട്ടെ, കുറച്ച് കഴിയട്ടെ എന്ന് സ്വാഭാവികമായി നമ്മൾ വലിയച്ഛന്മാരും പറയുന്നത്. അതിനപ്പുറം അവനെ ഉപദേശിക്കാനോ അല്ല അവനെ ഉപദ്രവിക്കാനോ ആരും തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടൊരു പറച്ചിൽ മാത്രം. ഒരു കുടുംബത്തെ എന്താണ് പറയുക, നമ്മളെ മക്കളോട് എന്ന് പറയുമ്പോൾ അവനെ അങ്ങനെ ഇങ്ങനെ എന്നാൽ ആ ഒരു വർത്തമാനം അല്ലാതെ ഉണ്ടാവാൻ ഒരു ചാൻസ് ഇതിനകത്തില്ല. പിന്നെന്താണ് എങ്ങനെ തോന്നുന്നു ഇതാ ഈ ചോദ്യമാണ് നമ്മളിൽ നിന്നും നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്. നമ്മൾ സ്വയം ചോദിക്കുന്നത്. ഇവൻ വെള്ളം അടിച്ച് കിരിഞ്ഞ് അല്ലെങ്കിൽ കഞ്ചാവിൻ്റെ അടിമ അല്ലെങ്കിൽ വേറെ പെൺപിള്ളേരായിട്ട് ഇങ്ങനെ കറങ്ങൽ, സിനിമ കാണൽ, ഇങ്ങനെ പോകുന്നു, വണ്ടി തമ്മിൽ ഇടിക്കുന്നു, അങ്ങനെ ഇടിക്കുന്നു എങ്കിൽ നമുക്ക് പറയാം ഇതൊന്നുമില്ല. വൈകുന്നേരത്ത് നമുക്ക് ചനിയനെ വിളിച്ച് പോയി കാപ്പി പിടിക്കുക, തിരിച്ചു വരിക, അല്ലെങ്കിൽ കാപ്പി മേടിച്ചിട്ട് ഒരുമിച്ചിട്ട് കഴിക്കുക, ഒറ്റയ്ക്ക് ഊഞ്ഞാലിൽ രണ്ടിനോട് ഇരുന്ന് ഊഞ്ഞാലാടുക, അനിയനായിട്ട് വീട്ടിന് സിറ്റ് ഔട്ടിന് ഊഞ്ഞാലുണ്ട്, ചുരുൾക്കുട്ടയുടെ എനിക്കറിയാം അതിനകത്ത് മനസ്സിലായി. ആ രീതിയിൽ കഴിഞ്ഞു പോകുന്ന കുട്ടിയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളെ മനസ്സ് അലട്ടുന്നത്. എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഇല്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നമസ്കരിക്കും. അതുകൊണ്ട് അതാണ് അവർ നമസ്കാരത്തിൻ്റെ ഒരു ഫാമിലിയാണ്. ആ വിശ്വാസത്തിൽ പോകുന്നതാണ്. അമ്മ തൊട്ട് വലിയപ്പവരും എല്ലാവരും. അതാണ് നമുക്ക് പിടികിട്ടാത്തത്. അതാണ് നമുക്ക് നാട്ടുകാർക്ക് ബന്ധുക്കൾ. നേരത്തെ ഇരുന്ന ചാനലിൽ നിന്നും ജമാഅത്ത് ബസ്സക്കാർ അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അതാണ് എൻ്റെയും ചോദ്യം. ഈ അന്നത്തെ ദിവസം ഇവിടുന്ന് ഈ കൊല നടത്തിയിട്ട് പോകുന്ന സമയത്ത് ഈ അത് തൊട്ട് മുമ്പ് എന്തെങ്കിലും കാണുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അന്ന് അവനെ കാലത്തൂടെ കണ്ടതേ ഉള്ളൂ. അവസാനം അവനെ കാണുന്നത് എപ്പോഴാണ്? അന്ന് ഞാൻ കണ്ടില്ല. 4 ദിവസം മുമ്പ് വെഞ്ഞാറ്റ് വെച്ച് കണ്ടതാണ്. ആ പെൺകുട്ടിയായിട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഹെൽമെറ്റൊന്നുമില്ല. വീട്ടിലൊക്കെ എങ്ങനെ? ഇവിടെ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കും? വീട്ടിൽ സംസാരിക്കും. ഈ അനിയനായിട്ട് ഇത്ര അടുപ്പമുള്ളതാണല്ലോ? അടുപ്പമെന്ന് വെച്ചാൽ അനിയനും ഇവനും ആണ്. അനിയന് ചേട്ടൻ അനിയനുമാണ്. അതാണൊരു ബന്ധം. ആ ഒരു ബന്ധം എന്തോ അതൊരു ഭയങ്കരമായ ഒരു ഫീല്. അതാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അവൻ അങ്ങനെ വിട്ടൂടെ എന്നുള്ള ചോദ്യമാണ് നമ്മളെ മനസ്സിലുണ്ടായത്. അമ്മയോടും അത്രയും സ്നേഹമുള്ളതാണ്. അതെ. ഒരിക്കൽ പോലും പരാതി ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു ബുദ്ധിമുട്ട് ആ പെണ്ണ് വരുത്തിയിട്ടില്ല മക്കൾക്ക്. വണ്ടിക്ക് അവനും അതുപോലെ വണ്ടിക്ക് വണ്ടി, ബൈക്കിന് ബൈക്ക്, ബുള്ളറ്റ് എടുത്ത് അത് കൊടുത്ത് ഇപ്പോൾ വേറെ എന്താ ഈ വണ്ടി എടുത്ത് കൂട്ടുകെട്ട് അങ്ങനെ ഒരു വലിയൊരു കൂട്ടുകെട്ടൊന്നുമില്ല അവന്. അങ്ങനെ ഒരു കൂട്ടുകെട്ടും അങ്ങനെ സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല. ഇവിടെ ഞാൻ പലരുമായിട്ട് ഞാനും എൻ്റെ തറവാടും എവിടെ തറവാടും അടുത്തടുത്തില്ലേ. ഞാൻ ഇവിടെ ഉള്ള തന്നെയല്ലോ പലരുമായിട്ടും. ഇല്ല. പുറത്തുമില്ല. ഇപ്പോൾ ഞാൻ വെഞ്ഞാറി താമസിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും വെഞ്ഞാറി കിടന്ന് കറങ്ങുന്നതാണ്. ഞാൻ അങ്ങനെ കാണാറില്ല. ഞാൻ 1, 2, 3 ദിവസം കണ്ടിട്ടുണ്ടെന്നുള്ള വെഞ്ഞാറ്റിൽ വെച്ച്. ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന ഒന്നുമല്ല. വേറെ എന്തോ എൻ്റെ മനസ്സിൽ അലട്ടി എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതും ഒരു കാമുകിക്ക് വേണ്ടിയാണെങ്കിൽ പിന്നെ ഇത്രയും പേരെ ഓടിയിടത്ത് കൊല്ലുണ്ടല്ലോ. ഉമ്മായെയും അനുജനെയും കൊന്നാൽ മതിയല്ലോ. കാമുകിയെ വരെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അത് കൊച്ചുപ്പ വലിയപ്പ എതിർപ്പ് സ്വാഭാവികം. ഇത് അറിയാൻ എതിർപ്പ് പറയും. മോനെ ഇതല്ല, നമുക്ക് ചേട്ടന്മാരില്ലേ, നിനക്ക് ചേട്ടന്മാരില്ലേ, ചേട്ടന്മാരുന്ന് ആ വലിയപ്പയുടെ മക്കളില്ലേ, മാമിയുടെ മക്കളുണ്ടല്ലോ, അങ്ങനെ കണ്ടുപടി എന്നൊക്കെ പറയുകയുള്ളൂ. ഒന്നും സംഭവിച്ചില്ല. അല്ല ഇവന് പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഇവരെ കൊന്നാൽ മതി. കുട്ടിയെ കൂടെ എപ്പോഴും കൊണ്ടുവന്നതൊന്നും ആർക്കും അറിയില്ല. ഇതിനകത്താണ് കുട്ടിയാണ് മുകളിലത്തെ ഏറ്റവും ടോപ്പിലാണ് ഉണ്ടായിരുന്നത്. എത്ര ദിവസം എങ്ങനെ? അല്ല, ഇന്നലെ കൊണ്ടുവന്നേയുള്ളൂ. കൊണ്ടുവന്നതാണ് അറിയില്ല. ഇല്ല, അതൊന്നും അറിയുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. ഇല്ല. അന്ന് കൊണ്ടുവന്നു.
ഇപ്പൊ എന്തായാലും സംശയമാണ് കുടുംബ സംശയം. അതെ അതെ അതെ, സംശയം എന്താണ് ഇവൻ്റെ മനസ്സിലുള്ളത് അത് നമുക്കൊന്ന് അറിയണം. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്, ഇത്രയും ഒരു കരിങ്കൊല ചെയ്തത്, അതാണ് അറിയണം. അതെ അതെ, ഒരു കുടുംബം, അതും വെളിയിലുള്ള അല്ല, ആ കുടുംബത്തുള്ള കാര്യം. ഇപ്പൊ ഈ ഉമ്മയുടെ ബോധം വന്ന സമയത്ത് അനിയനെ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അന്വേഷിച്ച് എൻ്റെ കൂടെയാണ് ഞാൻ കയറി. ഞാൻ ഇന്ന് രാവിലെ 2 വർഷം കേൾക്കണ്ട്. എന്നോട് ചോദിച്ചു, മാമച്ചി മോനെ ബോധം വന്നു. ചോദിച്ചു, എന്നെ തുടയൊക്കെ ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്ത് കരഞ്ഞു. അതെ മാന്യത. അതെ അതെ, വേദനയ്ക്കപ്പുറം അതെ 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 അതുണ്ടാവും. ആ ഒരു തിരിച്ചറിവുണ്ടോ അറിയാൻ പറ്റുന്നുണ്ടോ? അറിയാന്ന് പറഞ്ഞാൽ മോനെ ചോദിക്കുമ്പോൾ അറിയണമല്ലോ, അവൻ ഇതൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയണമല്ലോ. അല്ലെങ്കിൽ മോനെ കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു, കൊണ്ടുവരാം, ഇപ്പം ആശുപത്രിയിലാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, ഇളയ കുട്ടിയാ, അഫാനെ ചോദിച്ചില്ല എന്ത് സംഭവിച്ചു എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞേ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതല്ലേ എനിക്ക് അപ്പോഴും പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ഒരു റിപ്പീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടക്കുമ്പോഴും ബാക്കിലോട്ട് നടക്കുമ്പോൾ സിസ്റ്റർമാർ ഡോക്ടർ ഉണ്ട് കൂടെ. അപ്പോഴും അവൾ പറഞ്ഞ മോനെ ഞാൻ ചെന്ന ഉടനെ എന്നെ കണ്ടിട്ട് കൈ തൊട്ടിട്ട് കരഞ്ഞ്. കാരണം എപ്പോഴും ഞാനൊരു അവളെ കൂടെ ഒരു മാമച്ചി എന്ന നിലയിൽ അവൾ സ്വന്തം മാമച്ചിയേക്കാൾ കൂടുതൽ ഒരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. എന്നോട് ഭയങ്കര ഇതായിരുന്നു അവൾ. അത് പറയുമായിരുന്നു. ആശുപത്രിയിലൊക്കെ പോകുമ്പോഴൊക്കെ പറയുമായിരുന്നു. എന്തായാലും കുടുംബം ഇപ്പോൾ എല്ലാം തകർന്നു. ഒന്നും അറിയാൻ വയ്യ.